ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അല്ലൂസ് വേർഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അതിനാവശ്യമായ ഉള്ളി, തക്കാളി, കടല. ഇനി നമുക്ക് കടലക്കറി വയ്ക്കാം. നമുക്കിനി കടലക്കറി വയ്ക്കാൻ ഗ്യാസ് കത്തിച്ച് കുക്കർ അടുപ്പിലോട്ട് വയ്ക്കാം. ഇവിടെ എൻ്റെ കുക്കുമോളിരുന്ന് ചായ കുടിക്കുന്നുണ്ട്. കണ്ടു, ചായ കുടിക്കുന്നുണ്ട്. കുക്കർ അടുപ്പിലോട്ട് വെച്ചു. ഇത് ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. നമ്മൾ കുക്കറിലെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളിയും തക്കാളിയും വഴറ്റാൻ വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്ക് കടുക് ഇതിലോട്ടിടാം. കടുക് കണ്ടോ ഗൈസ്, കടുക് കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ കറിവേപ്പിലയില്ല. നമുക്ക് സവാള തീ കുറച്ച് വെച്ച് കൊടുക്കണം. സവാള ഇട്ട് ഇനി സവാള വരണ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കും. ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ വരട്ടി കൊടുക്കാം. ഉള്ളി നല്ലപോലെ വരണ്ടി വരുമ്പോഴത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മൾ ഉള്ളി വരണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടെ കിടന്ന് ഉള്ളിയും കൂടെ നല്ലപോലെ മിക്സായി വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ തക്കാളിയും ഉള്ളിയും കൂടെ കിടന്ന് വഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളിടാം. ശകലം മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. മസാലക്കൂട്ട് പൊടിച്ചത് ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കും. ഈ പൊടികൾ പച്ച മണം മാറുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് കടല ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പൊടികളൊക്കെ ഉണ്ട്, മൂത്ത മണം പോലെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടല നമ്മളിവിടെ വെള്ളക്കടലയാണ് എടുത്തേക്കുന്നത്. നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് അതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. നമ്മൾ കെറ്റലിൽ അനത്തി വെച്ചേക്കുന്നത് ചൂടുവെള്ളം. അതിൻ്റെ കടല ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. ഇനി കടല വെന്തതിന് ശേഷം കാണാം നമുക്ക്.
അവിടെ കുക്കറിൽ നമ്മൾ കടലക്കറി ഇങ്ങനെ ചൂളമടിക്കാറായിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരത്തേക്ക് നമുക്ക് അപ്പത്തിനുള്ള മാവ് കലക്കി വെച്ചേക്കുവാണ് ഗൈസ്. ഇനി നമുക്ക് അപ്പം ചൂടാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും കടലക്കറിയാണ്. നമുക്ക് അപ്പം ചൂടാൻ നേരം. അങ്ങനെ ഗൈസ് നമ്മൾ അപ്പം ചൂടാൻ അപ്പച്ചട്ടി തൊണ്ടേ ഗ്യാസ് കത്തിച്ച് ഇതാണ് നമ്മൾ അപ്പം ചൂടാൻ അപ്പച്ചട്ടി അടുപ്പിലോട്ട് വെച്ചു. ഇനി നമുക്ക് ചൂടായി വെള്ളമൊക്കെ പറ്റി ചൂടായി വരുമ്പോൾ എണ്ണയും തേച്ച് നമുക്ക് വെള്ളയപ്പത്തിനുള്ള മാവ് ഒഴിക്കാം. ഗൈസ് ഉപ്പും സോഡാപ്പൊടിയും എല്ലാം ചേർത്ത് പൊങ്ങാൻ വേണ്ടി വെച്ചിരുന്നതാണ്. നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചൂടാം. ഇല്ല ഗൈസ് അങ്ങനെ നമ്മൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മാവ് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് നല്ല ഷേപ്പിന് പരത്തി കൊടുക്കും. ഇനി നമുക്ക് മൂടി കൊണ്ട് അടച്ചു വയ്ക്കാം. അപ്പം റെഡി ആവട്ടെ. അങ്ങനെ ഞങ്ങൾ വെള്ളയപ്പം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതെടുക്കാം. നല്ലപോലെ മൊരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടു ഇനി നമുക്ക് കടലക്കറി വന്നിട്ട് കാണാം. ഇത് നമ്മളെ കടലക്കറിക്ക് അടിച്ചൊഴിക്കാനുള്ള തേങ്ങയാണ്. നമ്മളെ കടലക്കറിക്ക് ഒഴിക്കാനുള്ള തേങ്ങാപ്പാൽ. തേങ്ങ ഫുള്ളായിട്ട് ഇടില്ല. തേങ്ങ പിഴിഞ്ഞ് മിക്സിയിലടിച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. കടലണ്ട വെന്ത്. ഇനി നമുക്ക് കുക്കുമോക്ക് ലവ് അപ്പം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ കുക്കുമോക്ക് ലവ് അപ്പം ഉണ്ടാക്കി. നമ്മൾ കടലക്കറി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എയർ പോയതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ കടലക്കറി പ്രഷറൊക്കെ പോയി തുറന്നിട്ടുണ്ട്. കടല നല്ല വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ കടലക്കറിയിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുക. ഇനി ഒന്ന് ഇളക്കി ഒന്നൊന്ന് ഗ്യാസിലോട്ട് വെച്ചൊന്ന് ചൂടായി കൊടുക്കാം. നമ്മളെ സ്വാദിഷ്ടമായ കടലക്കറി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കടലക്കറി അപ്പമാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.